അഗാധഗൃഹത്തിൽ നിന്നൊരു കത്ത്. ഇസ്കര്യോത്ത യൂദ വിശുദ്ധ പത്രോസ് അച്ചായൻ എഴുതുന്നത്. എത്രയും സ്നേഹം നിറഞ്ഞ പത്രോസ് അച്ചായൻ മറ്റുള്ള എല്ലാവരും അറിയുന്നതിന് വളരെ നാളുകൾ കൊണ്ട് ഒരു കത്തെഴുതണമെന്ന് വിചാരിച്ചു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല. എല്ലാ സമയത്തും അന്ധകാരവും അതിഭയങ്കരവുമായ കൂരിട്ടും കരച്ചിലും പല്ലുകടിയുമായ ബഹളവും എന്ന് മാത്രമല്ല പല വിധത്തിലുള്ള പുഴുക്കളുടെ ശല്യവും നിമിത്തം ഞാൻ വളരെ പ്രയാസപ്പെടുന്നു. സാഹചര്യം വളരെയധികം പ്രതികൂലമായതുകൊണ്ടാണ് കത്തെഴുതാൻ വൈകിയത്. ഇവിടെ നിന്ന് ഒരിടത്തേക്ക് കത്തയക്കാൻ അനുവാദമില്ല. സദാസമയവും ഞങ്ങൾ തലവനും അനുയായികളും ഞങ്ങളെ വിട്ട് പിരികയില്ല. അവിടെ കണ്ണു പിടിച്ചാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. നമ്മൾ എത്ര ആനന്ദമായിട്ടാണ് ഭൂമിയിൽ ജീവിച്ചിരുന്നത്. ഞാനിവിടെ വന്നതിൽ പിന്നെ ഒരു പുഞ്ചിരിച്ചിട്ട് പോലുമില്ല. ചിലപ്പോൾ വിചാരിക്കും ഉറക്കെ കരഞ്ഞാൽ കൊള്ളാമെന്ന്. ഇവിടെ ചൂട് നിമിത്തം ഒരു തുള്ളി കണ്ണുനീര് പോലും വരുന്നില്ല. ആത്മാവ് മാത്രമല്ല ഹൃദയവും കഠിനപ്പെട്ടു പോയി. ആഹാരത്തിനിവിടെ ഒരു മുട്ടുമില്ല. നല്ല ഭക്ഷണമൊക്കെ തരും, പക്ഷെ അത് കഴിക്കുവാൻ പറ്റുകയില്ല. ശരീരത്തിന്റെ വേദന മാറിയിട്ട് വേണ്ടി ഭക്ഷണം കഴിക്കുവാൻ. അല്പം ഭക്ഷണം കഴിക്കാമെന്ന് കരുതി ഭക്ഷണമേശയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നും വേണ്ട, ആകെ ഒരു പന്തികേട് തന്നെ. എല്ലാം കൊണ്ട് ശൂന്യാവസ്ഥയാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം അറിയിക്കുവാനുണ്ട്. എനിക്ക് അവിടെ ലഭിച്ച ഔദ്യോഗിക പദവി തന്നെ ഇവിടെയും ലഭിച്ചു. ഞാൻ വന്ന ദിവസം ലൂസിഫറിനും കൂട്ടർക്കും വലിയ സന്തോഷമായിരുന്നു. കാരണം അവർ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുവാനിരിക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോൾ ആ ചുമതല എന്നെ ഏൽപ്പിച്ചു. അതിൻ്റെ മാനേജറായിട്ട് തോമസിനെയും ക്ലർക്കായിട്ട് മത്തായിയെയും തിരഞ്ഞെടുത്തു. എനിക്ക് പഴയ പോലെ വെട്ടിപ്പൊക്കെ നടത്താം, എന്നാൽ ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആർക്ക് വേണ്ടിയാണ് ഇനി സമ്പാദിക്കുന്നത്? എൻ്റെ ഭാര്യ എന്നെ ഉപദേശിച്ചതാണ് ആ നല്ല ഗുരുവായ യേശുവിനെ ഒറ്റിക്കൊടുക്കരുതെന്ന്. ആ നല്ല വാക്ക് കേൾക്കാതെ ഞാൻ തള്ളിപ്പറഞ്ഞു. എന്ത് ചെയ്യാൻ? എല്ലാം എൻ്റെ വിധി. എൻ്റെ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദിയാണ്. കാരണം അവർ ഈ നഷ്ടസ്ഥലത്ത് വരുമോ എന്നോർത്ത്. ദൈവം ചെയ്ത അച്ഛൻ വല്ലപ്പോഴും ചെന്ന് നമ്മുടെ യേശു പറഞ്ഞു തന്നിട്ടുള്ളതായ നല്ല കാര്യങ്ങളെ അവർക്കും കൂടി പറഞ്ഞു കൊടുക്കണം. അനുസരണത്തിന് ദൈവഭക്തിയും വളരുവാൻ പറയണം. പിന്നെ നമ്മുടെ ശുശ്രൂഷ സമയത്ത് ഒരു ധനവാനെ കുറിച്ചും ഈസബലിനെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അവരെ ഞാൻ ഇവിടെ കണ്ടു. അവർക്ക് ആദ്യം എന്നെ മനസ്സിലായില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഉറക്കം എന്നിവ നിന്നു പോയിട്ട് കുറെ കാലങ്ങളായി. ഒന്നുറങ്ങാമെന്ന് കണ്ണടയ്ക്കുമ്പോൾ പുഴുക്കൾ വന്ന് ശരീരമൊക്കെ പൊതിയും. അതിനെ നുള്ളിപ്പറക്കി മാറി വരുമ്പോൾ നേരം വെളുക്കും. ആ സമയത്ത് ഞാൻ ചിന്തിക്കും, യേശുവിനോട് കൂടെ നടക്കുമ്പോൾ എനിക്ക് സദാസമയം ഉറക്കം വരുമായിരുന്നു. എന്റെ നല്ല ഗുരുവിനോട് കാണിച്ച വഞ്ചനയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. ഇതിനിടയ്ക്ക് എൻ്റെ യജമാനായി ലൂസിഫർ അടുക്കൽ വന്നപ്പോൾ ഞാൻ എടുത്തെടുത്ത് ഒളിച്ചു വെച്ചു. ആരും കാണാതെയാണ് ഞാൻ ഈ കത്ത് പോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. അവിടെ എനിക്ക് പകരം വേറെ ആളെ തിരഞ്ഞെടുത്തെന്ന് കേട്ടുവല്ലോ. അവന് എന്നെ പോലെ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. പിന്നെ ഞാൻ ഞെട്ടിപ്പിക്കുന്ന വാർത്തയറിഞ്ഞു. അച്ചായൻ യേശുവിനെ 3 വട്ടം തള്ളി പറഞ്ഞു. അച്ചായൻ ഇനി എന്ത് പറ്റി? ഇതെന്ത് പറ്റി? കേട്ടത് വാസ്തവമാണോ? എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അച്ചായൻ യേശുവിനെ തള്ളി പറയുന്ന സമയത്ത് ഇവിടെ ലൂസിഫറും കൂട്ടരും പാട്ടുകൂത്തുമായിരുന്നു. കൂടാതെ സന്തോഷ സൂചകമായി ഒരു ഡിന്നർ കൂടെ നടത്തി. എന്നെയും വിളിച്ചു. ഞാൻ പോയില്ല. അച്ചായൻ അവിടെ പക്ഷത്താണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുറ്റമേറ്റ് പറഞ്ഞ സമയം ലൂസിഫറും സൈന്യവും വളരെ ഞരങ്ങി മിണ്ടുക പോലും ചെയ്തില്ല. യേശു ഉയർത്തെഴുന്നേറ്റ സമയത്ത് ഇവിടെ എല്ലാവർക്കും വിഷാദവും വിലാപവുമായിരുന്നു. എല്ലാവരും മുട്ടിനിടയിൽ തലയിൽ ഇട്ട് എന്തൊക്കെയോ തുറുമുറുത്തു കൊണ്ടിരുന്നു. ഇവിടെ ദിവസം തോറും ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സും കൊച്ചുപദേശിമാരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ കാണുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കും. എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ഓർത്ത്. ഇനി ഇവിടെ ആരൊക്കെ വരുമെന്ന് ആർക്കറിയാം? ഇതൊക്കെയായാലും കാഷ്യറായി നിയമിച്ചത് കാര്യമായി. അധികം എഴുതുന്നില്ല. എല്ലാവരോടും എൻ്റെ സ്നേഹം അന്വേഷണം അറിയിക്കണം. എല്ലാ വിവരങ്ങളും സമയമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ മറുപടി അയക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ മഹാഭാവി കത്തവസാനിപ്പിക്കുന്നു എന്ന് ഇസ്കര്യോത്ത യൂദ. അഡ്രസ് ഇസ്കര്യോത്ത യൂദ, അട്ടിമറിക്കൽ കോംപ്ലക്സ്, സാത്താന ഡിപ്പാർട്ട്മെന്റ്, അഗാധഗർത്തം, PO. നമസ്കാരം.